ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു റോട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇന്നലത്തെ മത്സരം എല്ലാവരും കണ്ട് കഴിക്കും, LSG വേഴ്സസ് SRH. അപ്പോൾ ഓൾറെഡി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായ SRHും അതുപോലെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന LSG തമ്മിൽ നല്ല മത്സരമായിരുന്നു. അപ്പോൾ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അതിൽ പക്ഷേ LSGക്ക് പരാജയം നേരിടേണ്ടി വന്ന് അങ്ങനെ അവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 12 മത്സരങ്ങൾ കഴിയുമ്പോൾ 10 പോയിന്റ് മാത്രമുള്ള LSG ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിച്ചാലും 14 പോയിന്റുകൾ എത്തുള്ളൂ. DC അല്ലെങ്കിൽ MI ഇവർ ഏതെങ്കിലും ഒരു ടീം എന്തായാലും അതിനേക്കാളും മുകളിൽ പോയിന്റ് എടുക്കും എന്നുള്ള സാഹചര്യത്തിൽ LSG ഒഫീഷ്യലി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. SRH എന്തായാലും പോകുമ്പോൾ LSG എവിടെയും കൊണ്ടിട്ടാണ് പോയത്. അപ്പം ഇന്നലത്തെ മത്സരത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കറിയാം ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്ന ലക്നൌവിൻ്റെ ഹോം ഗ്രൗണ്ട്. അവിടെ ഒരു ഫസ്റ്റ് ബാറ്റിങ്ങിൽ വലിയൊരു സ്കോർ എടുത്തു കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യാൻ വളരെ പാടാണ്. ഇന്നലെ SRH പക്ഷേ ടോസ് കിട്ടിയ ഒരു ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. നമുക്കറിയാം LSGയുടെ ഏറ്റവും സ്ട്രോങ്ങർ സൈഡ് അവരുടെ ബാറ്റിംഗ് സൈഡാണ്. അപ്പോൾ ആ ഒരു ബോളിംഗ് തിരഞ്ഞെടുക്കുന്നത് ഒരു വൈസായ ഡിസിഷൻ ആയിരുന്നില്ല. എനിവേ അവർ ബോളിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ മാർക്കറും മാർഷും അവരുടെ ആ ഒരു ഫോം ഓപ്പണിങ്ങിൽ അവർ ആ കീപ്പ് ചെയ്ത് പോന്നിരുന്ന ആ ഒരു ഫോം ഇന്നലെ തുടർന്നു. മാർഷ് എസ്പെഷ്യലി ഇന്നലെ അടിപൊളിയായിട്ടാണ് ഇന്നലെ കളിച്ചത്. നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ആ റൺ മാർക്കറം എപ്പോഴും തുടക്കം അല്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. റൺ റേറ്റ് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട് മാർക്കറം കൂടുതൽ ബോൾ ഫേസ് ചെയ്യുമ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ മാർഷ് വളരെ മികച്ച രീതിയിൽ ഇന്നലെ കളിച്ചു. അദ്ദേഹം 60-ലധികം റൺസ് എടുത്തു. ഇന്നലെ ആ റൺ റേറ്റ് 10 മുകളിൽ കീപ്പ് ചെയ്ത് പോകാനായിട്ട് LSG സഹായിച്ചത് മാർഷിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഇന്നിങ്സ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ കുറച്ചെങ്കിലും ഡൗട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു LSGയുടെ ഓപ്പണിംഗ് പെയർ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. പക്ഷെ നമുക്കൊരു മറുപടി എന്നോണം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു മറുപടി എന്നോണമാണ് LSGയുടെ ഓപ്പണിംഗ് പെയർ ഈ ഒരു സീസണിൽ പെർഫോം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മാർഷ് ഔട്ടാവുന്നു. അദ്ദേഹം ഒരു 60 മുകളിൽ റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടാവുന്നു. പിന്നീട് മാർക്കറം അദ്ദേഹവും ഇന്നലെ ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. 39 പന്തുകളിൽ നിന്ന് 65 റൺസുമായിട്ട് മാർഷും 38 ബോളുകളിൽ നിന്ന് 69 റൺസുമായിട്ട് മാർക്കറും പുറത്തായി. അതിനുശേഷം പിന്നീട് വന്ന ഋഷഭ് പന്താണ്. നമുക്കറിയാം ഈ ഒരു സീസൺ അദ്ദേഹത്തിന് ഒരിക്കലും ഓർക്കാൻ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ഒരു താല്പര്യവും ഇല്ലാത്തൊരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഋഷഭ് പന്ത് എന്ന് പറയുന്ന പ്ലെയർക്കും അദ്ദേഹത്തിൻ്റെ ഒരു IPL കരിയറിലെ തന്നെ ഏറ്റവും ഒരു മോശം സീസണായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിലവിൽ 12 മത്സരങ്ങൾ കഴിയുമ്പോൾ 150 റൺസ് പോലും ഋഷഭ് പന്ത് സ്വന്തം പേരിലാക്കിയിട്ടില്ല. നിലവിൽ 12 മത്സരങ്ങളിലും ബാറ്റ് ചെയ്ത ഋഷഭ് പന്ത് 135 റൺസ് മാത്രമാണ് നേടിയിരിക്കുന്നത്. അതും 12.25 എന്നുള്ള ഏറ്റവും ദുരന്ത ശരാശരിയും 100 എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റും. ഒരു ടോപ്പ് ഓർഡർ ഹിറ്റർ, ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ, IPL തന്നെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ, ഈ ഒരു ലേബലിലൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നോർമൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രം കൺസിഡർ ചെയ്താൽ പോലും ബിലോ പാർ സ്റ്റാറ്റ്സാണ് ഋഷഭ് പന്തിൻ്റെ. വളരെ പരിതാപകരമായ സ്റ്റാറ്റ്സ്. ഒപ്പം ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു അതിലും ഒരു മോശം പെർഫോമൻസ്. അങ്ങനെ ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള, വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ് അദ്ദേഹത്തിന്. ഇന്നലെ അദ്ദേഹം 2 അക്കം പോലും കാണാതെ പുറത്താവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പന്ത് പുറത്താവുന്ന ശേഷം നിക്കോളസ് പൂരം വരുന്നു. അദ്ദേഹം ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്കാണ് കളിച്ചത്. ഒരു 50 അദ്ദേഹത്തിന് എത്തിയില്ല, റണ്ണൗട്ട് ആവുകയുണ്ടായത്. എനിവേ 205 എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്കോർ തന്നെയാണ് LSG സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം എക്ന സ്റ്റേഡിയത്തിൽ ഒരു ടീമും 200 മുകളിൽ ഇതുവരെ ചേസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 200 എന്ന് പറയുന്ന ഒരു മികച്ച സ്കോർ തന്നെയാണ്. അതുപോലും പക്ഷേ LSG ബോളേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അഭിഷേക് ശർമ്മയുടെ ഒരു ഗംഭീര ഇന്നിങ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 7 ഓവറിൽ 90 മുകളിലെത്തുന്നു. അവിടുന്ന് അഭിഷേക് ശർമ്മ പുറത്താവുന്നു. പിന്നെ ഇന്നലെ ഹെഡ് ഉണ്ടായിരുന്നില്ല സ്ക്വാഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറവ് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നു. പകരം അഥർവ ടയർഡ് എന്ന് പറയുന്നൊരു പുതിയ പ്ലെയർ ആയിരുന്നു. എനിവേ ക്ലാസൻ വരുന്നു, അല്ലെങ്കിൽ ക്ലാസനും ഇഷാൻ കിഷനും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ഇരുവരും പുറത്ത് ആയെങ്കിൽ പോലും പിന്നീട് വരുന്നവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഒരു 10 പന്തുകൾ ബാക്കി നിൽക്കുക വളരെ ഈസി ആയിട്ടാണ് കളി ജയിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും LSG ബോളേഴ്സ് ഒരു ആധിപത്യം മത്സരത്തിൽ പുലർത്തുന്നില്ല. അതിനിടയിൽ ഋഗ്വേഷ് രഥിയുടെ ചില സ്ഥിരം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുത്തതിന് ശേഷം. അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് നല്ല എടുത്ത് പറയണം. വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹം ഈ ഒരു IPL കളിച്ചത്. അദ്ദേഹത്തിന് സെഞ്ചുറി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഇന്നിങ്സ് വളരെ മികച്ച ഇന്നിങ്സ് ആയിരുന്നു. ഒപ്പം ഒരു പാർട്ട്ണർ, നല്ലൊരു പെയർ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു കുറവ് വരുത്തിയില്ല. നല്ലൊരു സ്റ്റാർട്ട് തന്നെ ടീമിന് നൽകി. അദ്ദേഹം തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. കൂടാതെ ഹർഷൽ പട്ടേൽ, അദ്ദേഹം നല്ലൊരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. IPL ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ബോളറായിട്ട് അദ്ദേഹം മാറിയേക്കാണ്. അത് ഇൻ ടേംസ് ഓഫ് ബോളായാലും ഇൻ ടേംസ് ഓഫ് ഓവറായാലും അങ്ങനെ അദ്ദേഹം ഒരു റെക്കോർഡിൽ പങ്കാളിയായിരിക്കുകയാണ്. എന്തായാലും SRH പുറത്തായെങ്കിലും അവർക്കൊരു റെക്കോർഡ് സ്വന്തം പേരിലാക്കി മടങ്ങാം എന്തായാലും.
അല്ലെങ്കിൽ അവർ ഒരു തലയുയർത്തി മടങ്ങാവുന്നൊരു ലെവലിലാക്കിയിട്ടുണ്ട് ഈ മത്സര വിജയം. എന്തായാലും ഏകന സ്റ്റേഡിയത്തിൽ 200+ ആയിട്ട് ചേസ് ചെയ്തെടുത്തു. അങ്ങനെ ഋഷഭ് പന്ത് 200+ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ രണ്ടാമത്തെ തവണയും തോറ്റു പോകുന്നൊരു കാഴ്ച. എൻ്റയർലി ഡിസപ്പോയിൻറ്റിംഗ് ആയ സീസൺ തന്നെയാണ് അദ്ദേഹത്തിന്. അതുപോലെ LSGക്കും നമുക്കറിയാം, LSG എന്ന് പറയുന്ന ടീം അവർ ആദ്യത്തെ സീസൺ, രണ്ടാം സീസൺ ഒക്കെ സെമിയിൽ കയറിയ ടീമാണ്, പ്ലേ ഓഫ് കളിച്ച ടീമാണ്. പക്ഷേ ഈ സീസൺ അവർക്ക് പറ്റിയില്ല. കഴിഞ്ഞ സീസണും പറ്റിയില്ല. പക്ഷേ രാഹുലിനെ അവർ പുറത്താക്കി. പുതിയൊരു പുതിയൊരു ക്യാപ്റ്റനെ പരീക്ഷിച്ചു. പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. എന്തായാലും നല്ല മികച്ച ബോളേഴ്സ് ഇല്ലാതെ എത്ര കൂടുതൽ റൺസ് എടുത്തിട്ടും കാര്യമില്ല എന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. എന്തായാലും പ്ലേ ഓഫ് ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുംബൈ അല്ലെങ്കിൽ DC ഇതിൽ ഏതെങ്കിലും ഒരു ടീം നമുക്ക് ഉറപ്പിക്കാം. അത് ബുധനാഴ്ചത്തെ കളിയിലൂടെ പ്ലേ ഓഫിൽ നാലാമതെത്തുന്ന ടീം ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. രാജസ്ഥാൻ വേഴ്സസ് CSK എന്ന് പറയുന്ന ഒരു മത്സരമാണ്. അപ്പോൾ എല്ലാവരും ആ മത്സരം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയില്ല ഇനിയിപ്പോൾ ഏതൊക്കെ പ്ലേയേഴ്സ് അടുത്ത സീസൺ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വരാം. പിന്നെ നമ്മുടെ പ്രഡിക്ഷൻ കോൺടെസ്റ്റ് സ്റ്റിൽ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ആ ഒരു വീഡിയോയുടെ ലിങ്കും. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഇന്നലെയും സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ ക്വാളിറ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെതറും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. നമ്മളത് തിരുത്തുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. എന്തായാലും ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.